ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷത്തിൽ ഇപ്പോൾ തുർക്കിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടല്ലോ. നാം കണ്ടതാണ് ഈ തുർക്കി ഇടപെടാൻ പോകുന്ന പ്രദേശങ്ങളിൽ മുഴുവൻ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാകുന്നത് നാം ഇന്ത്യ പാകിസ്ഥാനുമായി കണ്ടിരുന്നു. അപ്പോൾ അതിന് സമാനമായി തന്നെയാണ് ഈ പ്രശ്നത്തിലും ഇസ്രയേലും ഇറാനും തമ്മിലുള്ള പ്രശ്നത്തിലും തുർക്കിയുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു. ഈ തുർക്കി ഇപ്പോൾ സമാധാനത്തിന് വേണ്ടി ഇടപെടുന്നു എന്ന് പറയുന്നത് മറ്റു വഴിയില്ലാഞ്ഞിട്ടാണ്. ഇവിടെ നമ്മൾ കാണേണ്ട ഇതിൻ്റെ പുറകിൽ ഈ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന് പുറകിൽ ഒരു അന്തർനാടകമുണ്ട്. ആ നാടകത്തിൽ ഒരു പ്രധാന റോള് വഹിച്ചിരുന്ന ആളാണ് തുർക്കി. തുർക്കിയുടെ പ്രസിഡന്റ് തയ്യിബ് എർദോഗൻ വളരെ കൃത്യമായിട്ട് ഇറാനെ മൂപ്പിച്ച്, നമ്മൾ നല്ല മലയാളത്തിൽ പറഞ്ഞാൽ ഇറാനെ മൂപ്പിച്ച് കൊണ്ട് ഇസ്രയേലിന് മുന്നിൽ കുരുതിക്ക് നിർത്തി കൊടുക്കുകയായിരുന്നു. അത് ഇവർ മാത്രമല്ല, മറ്റു പലർക്കും അതിൽ പങ്കുണ്ട്. പാകിസ്ഥാൻ അതിൽ പങ്കുണ്ട്. അതുകൊണ്ടാണ് ഇറാൻ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇറാൻ പറഞ്ഞത്, ഇനിയും ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി പാകിസ്ഥാൻ ആണവ ബോംബ് ഉപയോഗിക്കും എന്ന് പറഞ്ഞത്. പക്ഷെ ആ പറഞ്ഞ് ഈ ഇറാൻ്റെ ഔദ്യോഗിക വക്താവ് അല്ലെങ്കിൽ ഈ അയത്തുള്ള അലി ഖൊമനേയി പറഞ്ഞ് നാക്ക് വാക്കകത്തിടുന്നതിന് മുമ്പേ പാകിസ്ഥാൻ അത് നിഷേധിച്ചു. ഞങ്ങളങ്ങനെ ആർക്ക് വേണ്ടിയും ഒരു ആണവ ബോംബ് ഉപയോഗിക്കില്ല, ഞങ്ങളതിന് തയ്യാറല്ല എന്ന് പാകിസ്ഥാൻ ഔദ്യോഗികമായിട്ട് തന്നെ പ്രതികരിച്ചു. ഈ സുന്നി രാജ്യങ്ങൾ, നമുക്കറിയാം അറബ് രാഷ്ട്രങ്ങളിൽ കൂടുതലും സുന്നികൾക്കാണ് അവിടെ പ്രാധാന്യം. സുന്നി രാഷ്ട്രങ്ങളും പലതരത്തിൽ ഈ ഇറാനെ ഒളിഞ്ഞും തെളിഞ്ഞും പ്രകോപിപ്പിച്ചു കൊണ്ടിരുന്നു, മൂപ്പിച്ചു കൊണ്ടിരുന്നു. ഇതെല്ലാം കണ്ട് അപ്പോൾ തുർക്കി പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടണ്ട, ഒരു സംഘർഷമുണ്ടായാൽ ലോക മുസ്ലിങ്ങൾ മുഴുവൻ ഒരുമിക്കും, നമുക്ക് ഒത്തുചേർന്ന് നമുക്ക് ഇവന്മാരെ തീർക്കാം, ഇസ്രയേലിനെയും അമേരിക്കയുടെ അഹങ്കാരവും നമുക്ക് തീർക്കാം, ഇന്ത്യയെ ഒതുക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിൽ ആദ്യത്തെ അടി ഓപ്പറേഷൻ സിന്ദൂരിൽ തന്നെ കിട്ടി. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് തുർക്കിക്ക് ഇതുവരെ ശരിക്കും മനസ്സിലായിട്ട് പോലുമില്ല. അതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് മോദി സൈപ്രസിൽ ചെന്നിറങ്ങിയത്. അപ്പോൾ സൈപ്രസിൽ നിന്ന് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് തുർക്കിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്ത് ചെയ്യണമെന്നറിഞ്ഞുകൂടാതെ എർദോഗൻ അന്തം വിട്ടിങ്ങനെ ആകാശത്ത് നോക്കി വായും തുറന്നിരിക്കുകയാണ്. മോദിയുടെ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് ആർക്കും പ്രവചിക്കാനാകുന്നില്ല, മുൻകൂട്ടി മനസ്സിലാക്കാനാകുന്നില്ല. കാരണം ഈ അവിടെ തർക്കപ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന സാഹചര്യം, തീർച്ചയായിട്ടും അതൊക്കെ വളരെ ആലോചിച്ച് കണക്കുകൂട്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അതൊന്നും നിസ്സാരമല്ല. ഇന്ത്യയുടെ നയതന്ത്രം ഇവർക്ക് മനസ്സിലായിട്ടില്ല. അത് നോക്കൂ, അറബ് രാഷ്ട്രങ്ങൾ, സൗദി, ഖത്തർ, UAE ഒക്കെ ആയിട്ട് ഇന്ത്യ വളരെ നല്ല ബന്ധത്തിലാണ്. അവർക്ക് ഇനി ഇന്ത്യയെ നിഷേധിക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യയുമായിട്ട് അങ്ങനത്തെ നിരവധി വ്യാപാര കരാറുകളിൽ അവർ ഒപ്പുവെച്ചിരിക്കുകയാണ്. ഈ ക്രൂഡ് ഓയിലിൻ്റെ ബിസിനസ്സിൽ തന്നെ ഇന്ത്യ ചൂടുറപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ മറ്റൊരു വലിയ വെല്ലുവിളി ഇന്ത്യ ഇവർക്കെതിരെ ഉയർത്താൻ പോവുകയാണ്. ഈ നമ്മുടെ കടലോരത്ത്, അതായത് കേരള കൊങ്കൺ ബേസിനിൽ വലിയ തോതിൽ എണ്ണയുടെ നിക്ഷേപമുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, അത് വളരെ വിശദമായിട്ട് പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അത് ഭാവിയിൽ ഈ ലോകത്തിലെ എണ്ണ വിപണി നിയന്ത്രിക്കാൻ പോകുന്നത് ഇന്ത്യ ആയിരിക്കും. ഇപ്പോൾ അത് അറബ് രാജ്യങ്ങളാണ്, അമേരിക്കയാണ് ഒക്കെ ഇരിക്കട്ടെ. അമേരിക്കയും ബ്രിട്ടനും ഒക്കെ അവിടെ വലിയ സ്വാധീനമുണ്ട്. അവരാണ് ലോകത്തിലെ എണ്ണ വിപണി നിയന്ത്രിക്കുന്നത്. ലോകത്തെ മുഴുവൻ വ്യാപാരങ്ങളെ നിയന്ത്രിക്കുന്നത് അവരാണ് എന്ന് നമുക്ക് പറയാം. പക്ഷേ അത് ഭാവിയിൽ ഇന്ത്യയിലേക്ക് മാറുന്ന കാഴ്ച അധികം വൈകാതെ നമുക്ക് കാണാൻ സാധിക്കും. അതവിടെ നിൽക്കട്ടെ, നമുക്ക് തുർക്കിയിലേക്ക് വരാം. അപ്പോൾ തുർക്കി ഇങ്ങനെ ഇറാനെ മൂപ്പിച്ച് കൊണ്ട് കുരുതിക്ക് നിർത്തിക്കൊടുത്തു. ഇസ്രയേൽ ആറഞ്ചം പുറഞ്ചം അടിക്കുകയാണ്, ഒരു മയവുമില്ലാതെ അടിക്കുകയാണ്. ഇവരുടെ ആണവ കേന്ദ്രങ്ങൾ മുഴുവനും തകർത്തു. ഇപ്പോൾ അവർ ലക്ഷ്യമിട്ടിരിക്കുന്നത് അയത്തുള്ള അലി ഖൊമനേയിയാണ്. ഖൊമനേയി കുടുംബത്തോടെ പോയി ബങ്കറിൽ ഒളിച്ചിരിക്കുകയാണ്. ആ കുടുംബത്തിൽ ആരെ കിട്ടിയാലും തീർക്കും. പിന്നെ ബങ്കർ ആണെന്നുള്ളതൊന്നും ഇസ്രയേലിനൊരു വിഷയമല്ല. അവർ അവിടേക്ക് വേണമെങ്കിലും ഡ്രോൺ അയച്ച് ബങ്കറിനുള്ളിൽ ചെന്ന് ഖൊമനേയിയെ തീർക്കാൻ ഇസ്രയേലിന് കഴിയും. ഇസ്രയേലിൻ്റെ ശക്തി അത്രയുണ്ട്. അപ്പോൾ ഇപ്പോൾ തുർക്കിക്കും പതുക്കെ കാര്യം മനസ്സിലായി. അതുകൊണ്ടാണ് തുർക്കി പതുക്കെ രംഗത്ത് വന്നത്. തുർക്കി യൂറോപ്യൻ യൂണിയനിലുള്ള ഒരു രാജ്യം കൂടിയാണ്. തുർക്കി പറയുന്നത്, ഞങ്ങൾ മധ്യസ്ഥത വഹിക്കാം, ഈ ആണവ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞങ്ങൾ മധ്യസ്ഥത വഹിക്കാം എന്ന് പറഞ്ഞ് തുർക്കി രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ തുർക്കി അതിൻ്റെ ഭാഗമായിട്ട് എർദോഗൻ ചെയ്തത്, ഇപ്പോൾ ഇത് വേറെ വഴിയൊന്നുമില്ല, ശക്തരായ ആരെങ്കിലും ഇതിനകത്ത് ഇടപെടണം.
നരേന്ദ്രമോദിയെ വിളിക്കാൻ പറ്റത്തില്ല, മോദി പോയി പണി നോക്കടാന്ന് പറയും. അതുകൊണ്ട് എന്തായി, അയാൾ നേരെ റഷ്യയിൽ വിളിച്ചു, പുട്ടിനുമായിട്ട് സംസാരിച്ചു. പുട്ടിൻ ഇതിൽ ഇടപെടാമെന്ന് സമ്മതിച്ചു. കാരണം ഈ സംഘർഷം ഇങ്ങനെ പോകുന്നത് ആർക്കും നല്ലതല്ല. സംഘർഷം മൂർച്ഛിച്ചാൽ അത് ഈ എണ്ണവിലയെ സാരമായി ഒരു ഭാഗത്ത് പുട്ടിൻ സംഘർഷത്തിലാണ്. അതെ, ഉക്രൈനുമായിട്ട് പുട്ടിനും സംഘർഷത്തിലാണ്. അപ്പോൾ പുട്ടിനെ സംബന്ധിച്ച് ഈ വേറെ പല ഈ അവരുടെ വ്യാപാരത്തെ ബാധിക്കും. എല്ലാവർക്കും കച്ചവടം മുഖ്യമാണ്. കാരണം വരുമാനം കിട്ടണം. ഈ വരുമാനത്തിന് ഇടിവുണ്ടായാൽ അത് രാജ്യങ്ങൾക്ക് വലിയ ദോഷം ചെയ്യും. അതുകൊണ്ട് തന്നെ പുട്ടിൻ ഇസ്രയേൽ വെടിനിർത്തണമെന്നും സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് വരണമെന്നും ചർച്ചകൾക്ക് തയ്യാറാകണമെന്നും ഒക്കെ പറഞ്ഞ് പുട്ടിൻ രംഗത്ത് വന്നിട്ടുണ്ട്. ഇറാനോടും നിങ്ങൾ അവിവേകമൊന്നും കാണിക്കരുത്, സമാധാനത്തിൽ നിൽക്കണം, ശാന്തിയാണ് ആവശ്യം എന്ന് പറഞ്ഞ് പുട്ടിൻ ഒരു ഈ രംഗമൊന്ന് മയപ്പെടുത്താൻ, ഈ ഇപ്പോഴത്തെ സാഹചര്യമൊന്ന് അയവ് വരുത്താൻ പുട്ടിൻ നല്ല വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. തുർക്കി അവിടെ ഭാഗികമായിട്ട് ആദ്യത്തെ കടമ്പ കടന്നു എന്ന് പറയാം. അതിൽ റഷ്യ തുർക്കിയോടൊപ്പം ഈ കാര്യത്തിൽ ഒരു സമാന മനസ്സ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും യുദ്ധം അവസാനിപ്പിക്കണം, സംഘർഷം നല്ലതല്ല എന്നൊരു അങ്ങനെ ഒരു തലത്തിലേക്ക് റഷ്യ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ റഷ്യ സമ്മർദ്ദം ചെലുത്തിയാൽ അമേരിക്കയും വഴങ്ങും. അമേരിക്കയ്ക്കും ഈ പറഞ്ഞതുപോലെ ഈ സംഘർഷം ഇങ്ങനെ ഒരുപാട് നീട്ടിക്കൊണ്ടുപോകുന്നത് നല്ലതല്ല. മാത്രമല്ല അവരുടെ ഒരു ലക്ഷ്യം പൂർത്തിയാക്കി, ആണവ കേന്ദ്രങ്ങളെല്ലാം നശിപ്പിച്ചു. ഇനിയിപ്പോൾ സമാധാന ആവശ്യത്തിന് വേണ്ടിയിട്ട് പോലും ആണവ സാങ്കേതിക വിദ്യ എടുത്ത് ഉപയോഗിക്കാൻ ഇറാന് സാധിക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. 14ഓളം ആണവ ശാസ്ത്രജ്ഞർ, ഏറ്റവും മുതിർന്ന ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടു, വധിക്കപ്പെട്ടു. അപ്പോൾ ഇനി ഇറാൻ കുറേ കാലം എടുക്കും ഈ വീണ്ടും ഒരു ആണവ ശക്തിയായി മാറാം. അപ്പോൾ അതിനുള്ളിൽ മലയാള മാധ്യമങ്ങൾ വരുന്ന വാർത്തകൾ വലിയ രീതിയിൽ ഇസ്രായേലാണ് തിരിച്ചടിയേറ്റത് എന്ന രീതിയിലാണല്ലോ. അതെ, അത് ഫാക്ട് ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ഈ മലയാള മാധ്യമങ്ങൾക്ക് ഈ അവരുടെ വ്യൂവർഷിപ്പും അവരുടെ റീഡർഷിപ്പും, പത്രങ്ങൾക്ക് റീഡർഷിപ്പ്, ചാനലുകൾക്ക് വ്യൂവർഷിപ്പ്, അത് നിലനിർത്താൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഈ നുണയൊക്കെ പറഞ്ഞേ പറ്റും. അങ്ങനെ ഒരു സാഹചര്യമാണ്. പിന്നെ ഇവിടെ പൊതുവേ ഈ ഒരു ചുവപ്പ് ജിഹാദി കൂട്ടുകെട്ട് കേരളത്തിൽ വളരെ ശക്തമാണല്ലോ. അതുകൊണ്ട് തന്നെ അത്തരം ആഖ്യാനങ്ങൾക്ക് വലിയ പ്രാധാന്യം ഇവിടെ കിട്ടും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. സത്യം എത്ര നാൾ മറച്ചു വയ്ക്കാൻ പറ്റും? ഇവിടെ ഇറാൻ സമ്പൂർണ്ണമായിട്ടും തകർന്നു. ഇസ്രയേലിനും തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. ഇസ്രയേലിൽ ഇറാൻ്റെ മിസൈലുകൾ പതിച്ചിട്ടുണ്ട്, ആൾക്കാർ മരിച്ചിട്ടുണ്ട്, ഇതൊക്കെ സത്യമാണ്. പക്ഷേ ഇസ്രയേലിൽ 10 പേര് മരിക്കുമ്പോൾ ഇവിടെ 100 പേരാണ് മരിക്കുന്നത്. ഇറാനിൽ 100 പേരാണ് മരിക്കുന്നത്. ഇസ്രയേലിൽ 3-4 കെട്ടിടങ്ങൾ തകരുമ്പോൾ ഇവിടെ 40-50 കെട്ടിടങ്ങളാണ് തകരുന്നത്. അങ്ങനെ വലിയ തിരിച്ചടിയാണ് സത്യത്തിൽ ഇറാന് കിട്ടിയിരിക്കുന്നത്. അത് എത്ര ഒളിച്ചു വെച്ചിട്ടും കാര്യമില്ല, ഇത് സത്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ തുർക്കിയും റഷ്യയുടെ കാല് പിടിക്കാൻ തുർക്കി പോയത്. ഇറാൻ ആവശ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ്. ആദ്യം ഇവരെല്ലാം മൂപ്പിച്ച് ഈ പറഞ്ഞതുപോലെ ഇറക്കാൻ നോക്കി. പക്ഷേ ഈ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇറാന് മനസ്സിലായി കൂടെ ആരുമില്ല, ഇവരെല്ലാം ഇറങ്ങും എന്ന് വിചാരിച്ചു. യുദ്ധത്തിന് ഒരു ലോക യുദ്ധത്തിലേക്ക് പോകും, ഒരു മുസ്ലിം വിസസ് അമുസ്ലിം യുദ്ധത്തിലേക്ക് പോകും എന്നൊക്കെ സ്വപ്നം കണ്ടിരുന്നു ഇറാൻ. പക്ഷേ അതൊരു ചുക്കും സംഭവിച്ചില്ല. ഈ പറഞ്ഞതുപോലെ ഞാനും താനും പെരയ്ക്ക് തൂണും എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഇറാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇനി എങ്ങനെയെങ്കിലും ഒന്ന് വെടിനിർത്തൽ വന്നാൽ മതി എന്ന് പറഞ്ഞ് സീസ് ഫയറിന് വേണ്ടി നിലവിളിക്കുകയാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ തുർക്കിയെ സമർത്ഥമായിട്ട് അവർ നടപടി വെച്ചിരിക്കുന്നു. തുർക്കി റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു. റഷ്യ എന്തായാലും സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടിയിട്ട് കാലെടുത്ത് വെച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിലേ അറിയാൻ സാധിക്കുകയുള്ളൂ.